ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത് നീറ്റിൻ്റെ റിസൾട്ട് വന്നു. നീറ്റിൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞതിന് ശേഷം പ്രതീക്ഷിച്ച സ്കോർ കിട്ടാത്ത ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്, മെസ്സേജ് അയക്കാറുണ്ട്. അപ്പോൾ എന്താണ് നെക്സ്റ്റ് ഇനി ചെയ്യേണ്ടത് എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമാണ്. നമുക്ക് നീറ്റ് എക്സാം 3 കാറ്റഗറി ഓഫ് സ്റ്റുഡൻസ് ആണ് എഴുതാറുള്ളത് യൂഷ്വലി. ഒന്നെന്ന് പറയുന്നത് +2 കഴിഞ്ഞതിന് ശേഷം നീറ്റിനൊന്ന് കൊടുത്തു നോക്കാം, നീറ്റ് എക്സാം ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കാം, നമുക്ക് കിട്ടുമോ നോക്കാലോ എന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ +2 കഴിഞ്ഞതിന് ശേഷം ഡയറക്റ്റ്ലി നീറ്റ് എഴുതുന്ന കുട്ടികളാണ് ഒന്നാമത്തെ കാറ്റഗറി. രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് +2 കഴിഞ്ഞതിന് ശേഷം നീറ്റിന് വേണ്ടിയിട്ട് MBBS അല്ലെങ്കിൽ മെഡിക്കൽ അനുബന്ധപ്പെട്ട കോഴ്സുകൾ, MBBS, BDS, ആയുർവേദ, ഹോമിയോ, സിദ്ധ, യുനാനി പോലുള്ള മെഡിക്കൽ കോഴ്സുകളോ അല്ലെങ്കിൽ മെഡിക്കൽ അനുബന്ധപ്പെട്ട കോഴ്സുകൾ എന്ന് പറയുമ്പോൾ BSc അഗ്രികൾച്ചർ, ഹോർട്ടിക്കൾച്ചർ, സിറികൾച്ചർ, ഫോറസ്ട്രി, ഫിഷറീസ്, അതുപോലെ തന്നെ അനിമൽ ഹസ്ബൻഡറി പോലുള്ള കോഴ്സുകൾ, വെറ്റിനറി സയൻസ് പോലുള്ള കോഴ്സുകൾക്കൊക്കെ അഡ്മിഷൻ നേടാൻ വേണ്ടിയിട്ടാണ് നീറ്റ് എക്സാം എഴുതുന്നത്. അപ്പോൾ +2 കഴിഞ്ഞതിന് ശേഷം 1 ഇയർ റിപ്പീറ്റ് ചെയ്യുന്ന കുട്ടികളുണ്ട്, അല്ലെങ്കിൽ 1 വർഷം റിപ്പീറ്റ് ചെയ്തിട്ട് എഴുതി നോക്കും, പിന്നീട് കിട്ടിയിട്ടില്ലെങ്കിൽ വീണ്ടും 1 വർഷം കൂടി റിപ്പീറ്റ് ചെയ്യും. അപ്പോൾ 2 വർഷം ടോട്ടൽ റിപ്പീറ്റ് ഒക്കെ ചെയ്തിട്ട് MBBS പോലുള്ള നമ്മൾ ആഗ്രഹിക്കുന്ന കോഴ്സുകൾക്ക് അഡ്മിഷൻ നേടുക എന്ന് പറയുന്നതാണ് രണ്ടാമത്തെ കാറ്റഗറി ഓഫ് സ്റ്റുഡൻസ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ കാറ്റഗറി ഓഫ് സ്റ്റുഡൻസ് എന്ന് പറയുന്നത് 10ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം തന്നെ +1 +2 ജോയിൻ ചെയ്യുന്ന സമയത്ത് കോച്ചിങ് ഓറിയൻറ്റഡോടുകൂടി പഠിക്കും. അതായത് +1 അല്ലെങ്കിൽ +2 പഠിക്കുന്ന സമയത്ത് തന്നെ നീറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്തിട്ടാണ് അവർ പഠിക്കുന്നത്. അതിനുശേഷം നീറ്റ് ഡയറക്റ്റ്ലി എഴുതുന്നു, അത് കിട്ടാനുള്ള പ്രോബബിലിറ്റി കൂടുതലാണ്. കാരണം നമ്മൾ +10 ക്ലാസ് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ കോച്ചിങ്ങിലോട്ടാണ് പോകുന്നത്. കുറച്ചും കൂടി പ്ലാൻ ചെയ്തിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സാം എഴുതാൻ പറ്റും. പിന്നീട് അങ്ങനത്തെ കുട്ടികൾ പിന്നീട് റിപ്പീറ്റ് ചെയ്യുന്ന കുട്ടികളും ഉണ്ട് കേട്ടോ, ഇല്ല എന്നല്ല പറയുന്നത്. അപ്പോൾ എന്ത് തന്നെ ആയിക്കോട്ടെ, ഇതിൽ നീറ്റ് കിട്ടിയ കുട്ടികളാണെന്നുണ്ടെങ്കിൽ സന്തോഷം. കാരണം അവർ ആഗ്രഹിക്കുന്ന കേരളത്തിലുള്ള പ്രമുഖമായിട്ടുള്ള ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളിലും പ്രൈവറ്റ് കോളേജുകളിലൊക്കെ MBBS പോലുള്ള ഡിഗ്രി പ്രോഗ്രാമുകൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. ഇൻ കേസ് കിട്ടിയിട്ടില്ലെങ്കിൽ അവർക്ക് ഇനി എന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. അപ്പോൾ എപ്പോഴും ഒരു പ്ലാൻ B വേണം എന്ന് പറയാറുണ്ട്. എപ്പോഴും നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് പ്ലാൻ B എപ്പോഴും തയ്യാറാക്കി വെക്കാം. നമ്മൾ ആഗ്രഹിച്ചൊരു പ്ലാൻ A കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ ആ പ്ലാൻ Aയിലോട്ട് പോകാൻ പറ്റുന്ന, ഫോർ എക്സാമ്പിൾ പ്ലാൻ A എന്ന് പറയുന്നത് MBBS ഡോക്ടർ ആവണം എന്നുള്ളതാണ്. അപ്പോൾ MBBS ഡോക്ടർ ആവാൻ വേണ്ടിയിട്ട് നീറ്റ് എക്സാം റിപ്പീറ്റ് ചെയ്ത് നമ്മൾ നീറ്റ് എക്സാം എഴുതുന്നു, വേണ്ട സ്കോർ കിട്ടിയില്ല, അല്ലെങ്കിൽ ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളിൽ MBBS കിട്ടാനുള്ള സ്കോർ കിട്ടിയില്ല. പിന്നീട് അവർക്ക് ചെയ്യാൻ പറ്റുന്നത് പ്രൈവറ്റ് അല്ലെങ്കിൽ ഡീംഡ് യൂണിവേഴ്സിറ്റികളിൽ ജോയിൻ ചെയ്യുക എന്ന് പറയുന്നതാണ്. ഇനി അതിനുള്ള എക്സ്പെൻസ് നമുക്ക് ഇപ്പോൾ പ്രൈവറ്റ് കോളേജുകളിലൊക്കെ എങ്ങനെ പോയാലും ഒരു 90 lakh മുതൽ ഒരു 1 crore പ്ലസ് എങ്ങനെ പോയാലും MBBSന് ഫീസ് വരും. ഇനി അത് അഫോർഡബിൾ അല്ല എന്നുണ്ടെങ്കിൽ പിന്നീടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഇതേ പ്ലാൻ Aയിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവർക്ക് അബ്രോഡ് പോയിട്ട് MBBS പഠിക്കാൻ പറ്റും. അതൊരു ഓപ്ഷനാണ്. ഇനി അങ്ങനെ പോകാനൊന്നും താല്പര്യമില്ലാത്ത കുട്ടികൾ പിന്നെ ചെയ്യേണ്ടത് ഒരു പ്ലാൻ B ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നതാണ്. MBBS മാത്രമല്ല, MBBS പോലെ തന്നെ ജോബ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കോഴ്സുകൾ മെഡിക്കൽ സെക്ടറിൽ തന്നെ ഉണ്ട്. ലോകത്ത് എവിടെ പോയാലും ജോലി കിട്ടുന്ന ഒരു കരിയർ നഴ്സിംഗ് ആണ്. പക്ഷെ പൊതുവെ MBBS ആഗ്രഹിച്ച് 1-2 വർഷം റിപ്പീറ്റ് ചെയ്യുന്ന കുട്ടികൾക്ക് നഴ്സിംഗ് എന്ന് പറയുന്ന കരിയറിലോട്ട് പോകാൻ ഒരു രീതിയിലും താല്പര്യം ഉണ്ടാവാറില്ല. ഇനി നഴ്സിംഗ് അല്ലെങ്കിൽ നമുക്ക് റീഹാബിലിറ്റേഷൻ കോഴ്സസിൽ ഒത്തിരി കോഴ്സുകൾ വരുന്നുണ്ട്. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫിസിയോതെറാപ്പി എന്ന് പറയുന്ന കോഴ്സ്. ഇനി അത് 5 വർഷത്തെ കോഴ്സാണ്, 4 വർഷത്തെ പഠനം, 1 വർഷത്തെ ഇന്റേൺഷിപ്പ്. +2 കഴിഞ്ഞതിന് ശേഷം ഫിസിയോതെറാപ്പി ചെയ്യാൻ പറ്റും. നീറ്റ് എക്സാം മാൻഡേറ്ററി അല്ല. സ്റ്റിൽ നോ ഇന്നത്തെ ഒരു സിറ്റുവേഷനിൽ നീറ്റ് എക്സാമിൻ്റെ ആവശ്യമില്ല. നമുക്ക് ഡോക്ടർ എന്ന് പറയുന്ന ലേബല് നമ്മുടെ പേരിൻ്റെ മുമ്പിൽ ചേർത്താൻ പറ്റുന്ന ഒരു കോഴ്സാണ് ഫിസിയോതെറാപ്പി. അതേപോലെ വരുന്ന മറ്റൊരു കോഴ്സാണ് ഒക്യുപേഷൻ തെറാപ്പി എന്ന് പറയുന്നത്. ഇതും 4.5 വർഷത്തെ കോഴ്സായിരുന്നു, ഇനി മുതൽ അത് 5 വർഷത്തെ കോഴ്സാണ്. അപ്പോൾ 4 വർഷത്തെ പഠനം +1 ഇയർ ഇന്റേൺഷിപ്പ് ആയിട്ടാണ് ഒക്യുപേഷൻ തെറാപ്പി വരുന്നത്. ഒക്യുപേഷൻ തെറാപ്പി എന്ന് പറയുമ്പോൾ ഫിസിയോതെറാപ്പി നമുക്ക് എല്ലാവർക്കും ഫെമിലിയർ ആണ്. ഒക്യുപേഷൻ തെറാപ്പി എന്ന് പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒക്യുപേഷൻസ് പഠിപ്പിച്ചു കൊടുക്കുക. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാം, അതായത് ഒരു ബുദ്ധിമാന്ദ്യമുള്ള ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഒക്യുപേഷൻസ് നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ ചെയ്യുന്ന പല കാര്യങ്ങളും അവർക്ക് ചെയ്യാൻ പറ്റണം എന്നില്ല.
അപ്പോൾ അതുപോലത്തെ കാര്യങ്ങൾ സയൻറ്റിഫിക്കലി അവരുടെ സിറ്റുവേഷൻസ് മനസ്സിലാക്കി അവർക്ക് അതിന് പ്രാക്ടീസ് കൊടുത്ത് ബാക്ക് ടു നോർമൽ ലൈഫിലോട്ട് റീഹാബിലിറ്റേറ്റ് ചെയ്ത് കൊണ്ടുവരുന്ന ഒരു പ്രോഗ്രാമാണ് ഒക്യുപേഷൻ തെറാപ്പി. നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ മൂന്നാമത് വരുന്ന മറ്റൊരു റീഹാബിലിറ്റേഷൻ കോഴ്സാണ് ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പാത്തോളജി എന്ന് പറയും, BASLP എന്ന് പറയുന്ന കോഴ്സ്. നിങ്ങൾ പല കുട്ടികളും കേട്ടിട്ടുണ്ടാവാം. നമുക്ക് ചെവി കേൾക്കാത്ത ആൾക്കാർക്കും അല്ലെങ്കിൽ സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്കും നമ്മൾ തെറാപ്പിയിലൂടെ അവരെ ബാക്ക് ടു നോർമൽ ലൈഫിലോട്ട് കൊണ്ടുവരിക. അപ്പോൾ ഇതുപോലത്തെ കോഴ്സുകൾ ചെയ്യാൻ പറ്റും. പിന്നെ ഇത് മാത്രമല്ല, മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി, റേഡിയോ തെറാപ്പി ടെക്നോളജി, ന്യൂക്ലിയർ മെഡിസിൻ ടെക്നോളജി, ന്യൂറോ സയൻസ് ടെക്നോളജി, ന്യൂറോളജി ഡോക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ മെഡിക്കൽ ലാബ് ടെക്നോളജി, നമ്മൾ പാത്തോളജി, മൈക്രോ അല്ലെങ്കിൽ ബയോകെമിസ്ട്രി പോലുള്ള ഡോക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവരാണ് MLT-കാർ. അതിനുശേഷം ക്ലിനിക്കൽ എംബ്രിയോളജി, ഹിസ്റ്റോപാത്തോളജി, ബ്ലഡ് ബാങ്ക് ടെക്നോളജി പോലുള്ള, വൈറോളജി, ഇമ്മ്യൂണോളജി പോലുള്ള ഒരുപാട് മാസ്റ്റേഴ്സ് പ്രോഗ്രാംസ് ഉണ്ട്. അതുപോലെ ചെയ്യാൻ പറ്റുന്ന മറ്റു ഒരുപാട് കോഴ്സുകളുണ്ട്. ഇപ്പോൾ കാർഡിയോ വാസ്കുലർ ടെക്നോളജി, കാർഡിയോളജി വിഭാഗത്തിൽ ജോലി ചെയ്യാൻ പറ്റുന്നതാണ്. നെഫ്രോളജി വിഭാഗത്തിൽ ജോലി ചെയ്യാൻ പറ്റുന്നതാണ് നമ്മുടെ ഡയാലിസിസ് ടെക്നോളജി എന്ന് പറയുന്ന കോഴ്സ്. അതുപോലെ തന്നെ ഒഫ്താൽമോളജി ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സാണ് ഒപ്റ്റോമെട്രി എന്ന് പറയുന്ന കോഴ്സ്. ഇങ്ങനെ ഒരുപാട് മേഖലയിലോട്ട് പോകാൻ പറ്റും. പെർഫ്യൂഷൻ ടെക്നോളജി എന്ന് പറയുന്ന കോഴ്സ്, ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി, അനസ്തീഷ്യ ടെക്നോളജി എന്ന് പറയുന്ന കോഴ്സ്. ഇങ്ങനെ ഒരുപാട് വൈഡ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് മെഡിക്കൽ സെക്ടറിൽ തന്നെ ഉണ്ട്. പക്ഷേ MBBS ആഗ്രഹിച്ച ഒരു കുട്ടിക്ക് ഡോക്ടർ ആവാൻ പറ്റിയിട്ടില്ലെങ്കിൽ പിന്നീട് ഒരു പ്ലാൻ B ആയിട്ട് ഇതുപോലത്തെ കോഴ്സുകൾ സെലക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് പല വിദ്യാർത്ഥികൾക്കും അറിയില്ല. അതുപോലെ തന്നെ ഇനി മറ്റുള്ള ഏരിയാസ്, ഇപ്പോൾ മെഡിക്കൽ ഫീൽഡ് മാത്രമൊന്നുമല്ലല്ലോ, നമുക്ക് കരിയർ ഡെവലപ്പ് ചെയ്യാൻ വേറെയും ഒരുപാട് മേഖലകളുണ്ട്. ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ സാധ്യതകളുള്ളത് ഒന്ന് IT മേഖലയാണ്. IT മേഖല ഇപ്പം ഹെൽത്ത് കെയർ മേഖല പോലെ തന്നെയാണ് IT മേഖല. BTech കമ്പ്യൂട്ടർ സയൻസ് ചെയ്യാൻ പറ്റും. അതിൽ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, സൈബർ സെക്യൂരിറ്റി, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, ഡാറ്റ സയൻസ് പോലുള്ള നൂതനമായിട്ടുള്ള ഒരുപാട് കോഴ്സുകൾ ചെയ്തിട്ട് കരിയർ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഇനി ലോ മേഖലയിലോട്ട്, ലോ എന്ന് പറയുമ്പോൾ അഡ്വക്കേറ്റ് ആവാൻ താല്പര്യപ്പെടുന്ന കുട്ടികൾക്ക് അങ്ങനെ പോകാൻ പറ്റും. ഫാർമസിയിലോട്ട് പോകാൻ താല്പര്യപ്പെടുന്ന കുട്ടികൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിലോട്ട് പോകാൻ പറ്റും. ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഒരുപാട് മേഖലകളുണ്ട്. പക്ഷെ പല വിദ്യാർത്ഥികൾക്കും ഇത് അറിയില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ ഇതുപോലെ +2 കഴിഞ്ഞതിന് ശേഷം പ്ലാൻ A നമുക്ക് എനി ചാൻസ് അതിലോട്ട് പോകാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ ഓരോ ഇൻഡിവിജ്വലിനും അവരുടെ സ്കിൽസ്, അവരുടെ ആപ്റ്റിറ്റ്യൂഡ്, അവരുടെ പൊട്ടൻഷ്യൽ ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് നമുക്ക് പഠിക്കാൻ ഉദ്ദേശിക്കുന്ന കോഴ്സിൻ്റെ കറക്റ്റ് കാര്യങ്ങൾ മനസ്സിലാക്കി, കോഴ്സ് എന്താണ്, എത്ര വർഷം പഠിക്കണം, ഇതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്, പഠിച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നീട് നമുക്ക് ഹയർ എഡ്യൂക്കേഷനിൽ വേറെ ഏതൊക്കെ മേഖലയിലോട്ട് പോകാൻ പറ്റും, അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട എത്രത്തോളം സാധ്യതകളുണ്ട് എന്നുള്ളതൊക്കെ അനലൈസ് ചെയ്തിട്ട് നല്ല കരിയറിലോട്ട് ഇപ്പോഴും ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ നീറ്റ് എക്സാമിൽ നല്ല സ്കോർ കിട്ടിയിട്ടില്ല എന്ന് ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഞങ്ങളായിട്ട് കണക്ട് ചെയ്യാം. ഞങ്ങളുടെ വെബ്സൈറ്റ് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. www.fortexedu.com എന്ന് പറയുന്ന വെബ്സൈറ്റ് ത്രൂ നിങ്ങൾക്ക് ചോദിക്കേണ്ട എൻക്വയറീസും കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ആയിട്ട് ഞങ്ങളായിട്ട് കണക്ട് ചെയ്യാം. കോൺടാക്ട് നമ്പർ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു പോയിന്റ്, നിങ്ങൾക്ക് +2 കഴിഞ്ഞതിന് ശേഷം ഇതേപോലെ ഒരുപാട് മേഖലകളുണ്ട്, ഒരുപാട് എൻട്രൻസ് എക്സാമിനേഷൻസ് ഉണ്ട്, ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ പുതിയ കാര്യങ്ങൾ, എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട എഡ്യൂക്കേഷൻ അപ്ഡേറ്റ്സുകൾ ലഭിക്കാൻ വേണ്ടിയിട്ട് താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക. ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് ഒരുപാട് അപ്ഡേറ്റുകൾ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കുകൾ ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ നന്ദി, നമസ്കാരം.